ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ സഖാവ് എം ലോറൻസ് നമ്മെ വിട്ടുപിരിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും പാർട്ടിയുടെയും ഒക്കെ തീരുമാനപ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് പഠനത്തിനായിട്ട് വിട്ടു നൽകാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകാൻ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇന്ന് എറണാകുളത്ത് നടന്നിരിക്കുന്ന ഇങ്ങനെയുള്ള പല വിധത്തിലായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. സഖാവ് എം ലോറൻസ് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് 2021 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ അന്ന് അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിന്, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ആ പോസ്റ്റിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നാണ് തോന്നുന്നത്. 2021 അദ്ദേഹം ഒരു എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2021 മെയ് 27 അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് ഞാൻ. എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റു ബന്ധുക്കളും ഉണ്ട്. എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. 4 മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിലായിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്ന വണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി. ശേഷം എന്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ആൾ കൂടിയാണ് ആശ. ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാനെത്തിയ പ്രിയ സഖാവ് CN മോഹനൻ, അജയ് തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു. അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയോ ആശയുടെ മകനോ നേടിയിട്ടില്ല. എന്റെ മറ്റ് മക്കൾ എന്നോടൊപ്പം അടുപ്പം പുലർത്തുകയും പരിചരിക്കാനും തയ്യാറായ ബന്ധുക്കൾ, പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയുമാണ്. എന്റെ അറിവോ സമ്മതമോ കൂടാതെ എന്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ എന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്ക് ഒപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് അദ്ദേഹം രോഗാവസ്ഥയിലായിരുന്ന സമയത്ത് എറണാകുളത്ത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന വാക്കുകളാണ്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അറിവോ സമ്മതത്തോടോ കൂടിയോ അല്ലാതെ എന്നൊക്കെ ആളുകൾ പറയുമായിരിക്കാം. പക്ഷെ എന്നായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് ഇങ്ങനെയും ചില വാക്കുകൾ കുറിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഒരു കാരണവശാലും അദ്ദേഹം മരിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും അവിടെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇന്ന് നടന്ന സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.